ദൈവജനമേ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറും യാദൃച്ഛികമായ ഒരു യാത്രയല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയുള്ള സാഹസികമായ ഒരു ആജീവനാന്ത തീർത്ഥാടനമാണ്. ലൈഫ് ലോങ് അഡ്വഞ്ചറസ് ജേർണി. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന ബോധ്യത്തോടെയാണ് ക്രൈസ്തവരായിട്ടുള്ള ഓരോരുത്തരും, നിങ്ങളും ഞാനും ജീവിക്കേണ്ടത്. ഇത് 1 പത്രോസ് 2:11 പറയുന്നുമുണ്ട്. സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ഭവനം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നാം പലപ്പോഴും പ്രലോഭനങ്ങളുടെ മരുഭൂമികളും പരീക്ഷണങ്ങളുടെ മലകളും സമാധാനത്തിൻ്റെ താഴ്വരകളും കടന്നു പോകേണ്ടതായി വരും. ഈ യാത്ര ഒരു തീർത്ഥാടനമാകുന്നത് നമ്മുടെ ശ്രദ്ധ ഭൗതികമായ സുഖങ്ങളിലല്ല, മറിച്ച് നിത്യജീവൻ എന്ന ആത്മീയ ലക്ഷ്യത്തിലായതുകൊണ്ടാണ്. ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടിയും ശക്തിയും കർത്താവായ ഈശോ തന്നെയാണ്. വഴിയിൽ നേരിടുന്ന ഓരോ പ്രതിബന്ധവും നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയും കൂദാശകളും നമുക്ക് വഴി ചോറായി വർത്തിക്കുന്നു. പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്ന ഈ സാഹസിക യാത്രയിൽ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. എന്ത് മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണിത്. മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ കാതൽ. പുറകോട്ട് തിരിഞ്ഞു നോക്കാനോ ലോകത്തിൻ്റെ സുഖങ്ങളിൽ തങ്ങി നിൽക്കാനോ നമുക്ക് സമയമില്ല. വിശുദ്ധരുടെ ജീവിതം നമുക്ക് ഇതിന് ഉത്തമ മാതൃകയാണ്. അവർ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ സഹിച്ച് വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങി ലക്ഷ്യം കണ്ടവരാണ്. ഈ തീർത്ഥാടനം അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടെയല്ല, മറിച്ച് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോഴാണ്. അതിനാൽ ഈ സാഹസിക യാത്രയിൽ ഉണർന്നിരിക്കാം, പ്രാർത്ഥിക്കാം, പരസ്പരം താങ്ങും തണലുമാകാം. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടരാം. നമ്മുടെ ജീവിതം ഒരു ആജീവനാന്ത തീർത്ഥാടനമാണെന്ന ബോധ്യത്തിൽ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.